ഇന്ത്യയിൽ നമ്മുടെ പല ബൈക്കുകളും ഇതർ ചെയിൻ കൊണ്ടായിരിക്കും ഓടിക്കുക. പക്ഷേ ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന വണ്ടിയും ഇതും രണ്ടും ഷാഫ്റ്റ് ഡ്രൈവാണ്. ഷാഫ്റ്റ് ഡ്രൈവ് നമ്മുടെ ഫ്രണ്ട്സ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണിക്കാനാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഷാഫ്റ്റ് പോലെ തന്നെ ഒരു ഷാഫ്റ്റ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയാനായിട്ട്, ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എൻജിൻ എത്ര കാലം ഓടുമോ അത്രയും കാലം ഇതുണ്ടാവും. അപ്പോൾ വണ്ടിയുടെ എൻജിൻ ലൈഫും ഇതിൻ്റെ ലൈഫും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, മെയിൻ്റനൻസ് മാത്രം ചെയ്താൽ മതി, ഓയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇപ്പം ഞാനിതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ പഴയ ഓയിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ചെയിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ്റെ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. ചെയിൻ ലൂബ് ചെയ്യണം, ചെയിൻ പൊട്ടിപ്പോവാം. പക്ഷെ അതങ്ങനെയൊന്നുമില്ല, ബുള്ളറ്റ് പ്രൂഫാണ്. വണ്ടി എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൽ ഓയിൽ ഒഴിക്കുന്ന പോലെ അതിൻ്റെ ആ ഓയിലൂടെ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അത്ര ഉള്ളൂ അതിൻ്റെ പരിപാടി. അപ്പോൾ ഞാനത് ഒന്ന് ട്രൈ ചെയ്യാനാണ്. ഡ്രെയിൻ ചെയ്യണം പ്ലഗ്. മാറാറായി. കാറ്റാണ് പ്രശ്നം. ഇത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഗിയറുകളാണ്. നമ്മുടെ ഷാഫ്റ്റ് ഡ്രൈവിൻ്റെ ഉള്ളിലുള്ള മാതിരിയുള്ള ഗിയറുകളാണ്. ഇവിടെ ഒരു ഗിയർ, അത് വേറൊന്നിലേക്ക് കണക്ട് ചെയ്യുന്നു, അത് ടയറിലേക്ക് വരുന്നു. അപ്പോൾ ഒരു 3 ഗിയറുകളുടെ ഒരു കപ്ലിംഗ് എന്നോ കണക്ഷൻ എന്നോ ഒക്കെ പറയുന്ന മാതിരിയാണ്. അത് നമ്മുടെ എൻജിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഉള്ളിലുള്ള ഗിയറുകൾ പോലെ തന്നെ ആണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പം അത് കൃത്യമായി ഓയിൽ ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒന്നും ചെയ്യണ്ട, അത് നല്ലതായിരിക്കും. അങ്ങനെ ഒന്ന് കറങ്ങുമ്പോൾ ഒന്നും കൂടി ഇതും കൂടി ഒന്ന് ഓപ്പൺ ആക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു. അപ്പം ഞാൻ തൽക്കാലം അതിപ്പോൾ ജസ്റ്റ് ഒരു മുന്നറിയിപ്പില്ലാണ്ടൊന്ന് തുറന്നാലേ ഒന്ന് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി ഭൂഗുരുത്വം നമ്മുടെ ഭൂഗുരുത്വം വഴി അത് വരണമെങ്കിൽ അത് തുറക്കണത് നല്ലത്, തുറന്നിട്ട് ചെയ്യണത് നല്ലത്. കണ്ടിട്ട് എത്രയോ ഒരു 18 17 അതിനൊക്കെ ഫിറ്റ് ആവുന്നുണ്ട്. നമുക്ക് 17 കൂടി നോക്കാം. 16 നോക്കണ്ട, 16 നോക്കണ്ട. ആ 17 നമ്മൾ ഓൾറെഡി ഫിറ്റഡ് ആണോ? 17 ഓൾറെഡി ഫിറ്റ് ആയിട്ടിരിക്കുക. കണ്ട നമ്മൾ കണ്ട 18 ഫിറ്റായി, 17 ഫിറ്റായി. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫിറ്റ് ആവണത് എടുക്കാവൂ.
നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണ മാതിരി ഇത് ഫില്ല് ചെയ്യാനുള്ള കാപ്പണത് കണ്ടോ. ഗ്രാവിറ്റി വന്ന സ്ഥിതിക്ക് ഞാനിത് അഴിക്കാൻ പോകാം. ഗ്രാവിറ്റി അല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ കിടക്കുമ്പോഴേ വാക്വം ഒക്കെ ചെയ്യുമ്പോൾ സാധനം ഒന്നുകൂടി ഡ്രെയിൻ ആവും. $150 ml ഒരു 160 ml ഡിപ്പെൻഡിങ് ആണ് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഒഴിക്കേണ്ടതുള്ളൂ. $1000cc ഒരു ബൈക്ക് ചെയിൻ വെച്ച് കഴിഞ്ഞാൽ 100 ഹോഴ്സ് പവറാണ് നിൽക്കുക. അത് ഫുള്ള് ഏകദേശം ഒരു 5% ലോസ് ആവുള്ളൂ ടയറിലേക്ക് എത്തുമ്പോൾ കറക്കാൻ. ഇതിന് അതൊരു 10-ന് മുകളിൽ 15% പോരും. എന്ന് വെച്ചാൽ അതൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസിങ്ങുകൾ, ടൂറിങ്ങുകൾ ഇങ്ങനെ നടത്താൻ ക്വയറ്റായിട്ട് റാറ്റിൽ ചെയ്യാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. സൗണ്ടും ഇല്ല, റാറ്റ്ലിങ് സൗണ്ട് വരില്ല. കറക്റ്റ് ലെവലിൽ നിന്നോളും. ഈ ലെവലാണ് ഇതിൻ്റെ ഈ ലെവലാണ് ഇതിൻ്റെ ആ ഒരു ഓറിൻ്റെ. അത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട കൂടുതൽ ഓയിൽ പോയി എന്നുള്ളത്, ബാക്കി ഇങ്ങോട്ട് ഒഴിക്കുള്ളൂ. നമുക്ക് കറക്കാം, ഇല്ല വരുന്നുണ്ടോ നോക്കാമല്ലോ. മതി. ഇതിപ്പോൾ ഓവർടേറ്റ് ചെയ്തേണല്ല കേട്ടോ, അത് ഇത്രയും കാലമായിട്ട് ചെയ്യേണ്ട ഇതായിട്ടിരിക്കുമ്പോൾ ഇത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതിട്ട് ചാവുപൊട്ടി കുത്തി ചെയ്യേണ്ട. ടോർക്ക് റെഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയാം അത് പിന്നെ ത്രെഡ് പൊട്ടിച്ചെടുത്ത് വരും. അത്രയും വലുതുണ്ടെങ്കിൽ നമ്മളൊന്ന് എനിക്ക് നമ്മുടെ കൈയുടെ വെയിറ്റ് വെച്ച് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇത്ര ആവുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മതി, കൂടുതൽ ഒന്നും ചെയ്യണ്ട. ചുറ്റിച്ച സ്ഥിതിക്ക് സർക്കുലേറ്റ് ആയിട്ടുണ്ടാവും.